പാർലമെന്റിൽ ഭരണഘടനയെക്കുറിച്ച് ചർച്ച നടത്തണമെന്ന പ്രതിപക്ഷ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. ലോക്സഭാ സ്പീക്കർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. നാളെ മുതൽ സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. അതേസമയം അദാനി വിഷയത്തിൽ ഇന്നും പാർലമെന്റ് സ്തംഭിച്ചു. ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇരുസഭകളിലും പ്രതിപക്ഷം ചർച്ച ആവശ്യപ്പെട്ടത്. 13, 14 തീയതികളിൽ ലോക്സഭയിലും 16, 17 തീയതികളിൽ രാജ്യസഭയിലും ചർച്ച നടത്തും. ലോക്സഭാ സ്പീക്കറുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിച്ചത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭരണഘടന ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കെ രാധാകൃഷ്ണൻ MP. എല്ലാ അർത്ഥത്തിലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വ സങ്കല്പം തകരുകയാണ്. അതുപോലെ തന്നെ ജനാധിപത്യ സംവിധാനങ്ങൾക്ക് വലിയ പോറലേൽക്കുകയാണ്. അതോടൊപ്പം തന്നെ തുല്യത എന്നുള്ള സങ്കല്പവും ഇല്ലാതാക്കുക എന്നുള്ള സമയം. അപ്പോൾ കേരളത്തിന് അർഹമായ വിഹിതം പോലും ലഭിക്കുന്നില്ല എന്നുള്ള വലിയ രീതിയിലുള്ള വിമർശനം നമ്മൾ ഉയർത്തുകയും അതനുസരിച്ച് കൊണ്ട് ഇടപെടുകയും ചെയ്യുന്നു. അതേസമയം അദാനി, സമ്പൽ, വയനാടിനുള്ള കേന്ദ്ര ധനസഹായം ഉൾപ്പെടെ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും സ്തംഭിച്ചു. വരും ദിവസങ്ങളിൽ പാർലമെന്റ് നടപടികളോട് സഹകരിച്ചുകൊണ്ട് പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പല ബില്ലുകളും ചർച്ച കൂടാതെ പാസാക്കാനുള്ള അവസരമായി പ്രതിഷേധത്തെ സർക്കാർ ഉപയോഗിച്ചതോടെയാണ് പ്രതിപക്ഷ തീരുമാനം. കൈരളി ന്യൂസ്, ദില്ലി.